നമസ്കാരം, ഞാൻ മഹേഷ് കുമാർ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ രണ്ടാമത്തെ വീഡിയോസാണ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൊന്മുടി സീതാതീർത്ഥം അവിടുത്തെ പൊങ്കാലയോടനുബന്ധിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, ലൈക്ക് ചെയ്തു. അപ്പോൾ ഈ വീഡിയോസിനും നല്ല ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ശബരിമലയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് അയ്യപ്പ ദർശനം അസാധ്യമാണ്. കാരണം പ്രായപരിധിയുണ്ട്. വയസ്സായാൽ മാത്രമേ നമുക്കവിടെ ചെന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ദർശനം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. വൃശ്ചികം 1-ാം തീയതി മുതൽ വ്രതം പിടിച്ച് മകരവിളക്കിന് ശേഷം 16-ാം തീയതി, ജനുവരി 16-ാം തീയതി അവർ ശബരിമല യാത്രയ്ക്ക് വേണ്ടിയിട്ട് തിരിക്കുകയാണ്, അയ്യനെ കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ആ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ എനിക്കും പറ്റി. അപ്പോൾ ഞാനാണ് വാഹനമായിട്ട് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ അവരെ വെച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോസ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല അല്ലേ? അപ്പോൾ ഇവരാണ് ഞാൻ പറഞ്ഞ ആ താരങ്ങൾ. ഇവർ മാമനും മാമിയും. അതെ, ഇവരുടെ ശബരിമല യാത്രയിലുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നിലയ്ക്കൽ നിന്നും നമ്മൾ KSRTC ബസ് കയറി നേരെ പമ്പയിലോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. അതാ അത്യാവശ്യം തിരക്കുള്ള ബസ്സാണ്. ഒരു ബസ് അവിടെ പിടിക്കുമ്പോൾ തന്നെ നല്ല ഓടി ക്ഷീണിച്ച അയ്യപ്പ ഭക്തന്മാർ ബസ്സിൽ വന്ന് കയറുന്നത്. ഇതാ നമ്മൾ പമ്പയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ നിന്നും നമ്മൾ KSRTC ബസ് ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പുറകെ ഉണ്ട്. മാമനും മാമിയും അതീവ ഉത്സാഹത്തോടു കൂടി പമ്പയാറ്റിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാം. പമ്പയുടെ തീരത്ത് നല്ല ജനാവലിയുണ്ട്, ഭക്തജനങ്ങളുടെ തിരക്കാണ്. ഒരു സൈഡ് ആളെ ഇറങ്ങാൻ സമ്മതിക്കാതെ കയറ് കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ തിരക്കില്ലാത്തത്. മാമനും മാമിയും എന്ത് വന്നാലും എത്ര ക്ഷീണിച്ചാലും മല സ്പീഡിന് തന്നെ ചവിട്ടും എന്നുള്ളൊരു ഒറ്റ വാശിയോടുകൂടി രണ്ടുപേരും പമ്പയിലോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പമ്പാ സ്നാനമാണ്. നമ്മൾ കൊണ്ടുവരുന്ന പാവങ്ങൾ എല്ലാം ഈ പമ്പയിൽ കുളിച്ച് ഇവിടെ കഴുകിക്കളഞ്ഞ് ശുദ്ധിയായി വേണം നമ്മൾ സന്നിധാനത്തോട്ട് യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ശ്രമമാണ്. ഓരോ അയ്യപ്പ ഭക്തന്മാരും കുളി കഴിഞ്ഞെത്തിയവരുണ്ട്, കുളിക്കാനായിട്ട് നിൽക്കുന്ന ഭക്തന്മാരുണ്ട്. അവർ വരുന്ന ഓരോ ബാച്ചും അവർ വിരിയൊക്കെ വെച്ച് ഇരുന്ന് ഒരാൾ അവരുടെ ഫാണ്ടക്കെട്ടും ഇരുമുടി സഞ്ചിയെല്ലാം നോക്കിയിട്ടാണ് മറ്റുള്ളവർ കുളിക്കാൻ ആറ്റിലേക്ക് ഇറങ്ങാറ്. പമ്പാ സ്നാനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിയും. മാമനും മാമിയായിട്ട് തോർത്തൊക്കെ എടുത്ത് വിരിച്ച് നല്ല ശുദ്ധിയാക്കിയതിന് ശേഷം രണ്ടുപേരുടെയും കെട്ട് അവിടെ ഇറക്കി വയ്ക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ രണ്ടുപേരും കെട്ടൊക്കെ ഇറക്കി വയ്ക്കുന്നുണ്ട്. കെട്ട് ഇറക്കി വെച്ചതിന് ശേഷം രണ്ടുപേരും പമ്പാ സ്നാനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പമ്പയിൽ ഇറങ്ങി കുളിച്ച് ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരശുദ്ധി വരുത്തിയിട്ട് വേണം നമുക്ക് അയ്യപ്പനെ കാണുവാനായിട്ട് സന്നിധാനത്തേക്ക് തിരിക്കാം. ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന സമയത്ത് ആറ്റിൽ കുളിക്കാൻ ഭക്തജനങ്ങളുടെ മറു സൈഡിൽ നല്ല തിരക്കാണ്. പക്ഷേ ഇവിടെ ഈ മൂൾ ഭാഗത്ത് ഒരല്പം തിരക്ക് കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാം അവിടെ അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടവും ഈ വാരിക്കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ അവിടെ കെട്ടി വച്ചിരിക്കുകയാണ്. അത് ചുമടായിട്ട് തന്നെ ഇവിടെ നിന്ന് മാറി ലോഡെടുത്ത് കൊണ്ടുപോയി വീണ്ടും അത് കഴുകി ഉണക്കി തേച്ച് നമുക്ക് തന്നെ അത് വരുന്ന ഒരു കാഴ്ചയാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് വാങ്ങും. നമ്മളിപ്പോൾ കാണുന്നത് താൽക്കാലികമായിട്ട് അയ്യപ്പ ഭക്തന്മാർക്ക് പമ്പയിൽ സ്നാനമൊക്കെ കഴിഞ്ഞ് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്രമ മന്ദിരമാണ്. ഇവിടെ നമുക്ക് പ്രളയത്തിന് മുന്നേ നല്ലൊരു കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രളയം വന്ന സമയത്ത് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലുമില്ല. അത് ഇവിടെ നിലകൊണ്ടതായിട്ട് ഒരു അവശിഷ്ടവും ഇല്ല. ആ രീതിയിൽ പമ്പ തന്നെ ആ കെട്ടിടത്തിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ താൽക്കാലികമായിട്ടുള്ള ഷെഡാണ്. പിന്നെ പുറകിൽ കാണുന്ന ഇതൊക്കെ നേരത്തെയുള്ള കെട്ടിടങ്ങളാണ്. പ്രളയത്തിന് ശേഷം മെയിൻ്റനൻസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മെയിൻ്റനൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സന്നിധാനത്തോട്ടൊക്കെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകളാണ്. നല്ല കൂട്ടമായിട്ട് നിന്ന് അവർ ഇരുമുടിക്കെട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂജയിലും മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെയാണ് ഓരോ അയ്യപ്പ ഭക്തന്മാരും. നമുക്ക് മുന്നോട്ട് നോക്കാം. അവിടെ നിൽക്കുന്ന എല്ലാവരും കെട്ടൊക്കെ എടുത്ത് തലയിൽ ഏന്തി അടുത്ത് പമ്പാ ഗണപതി
വണങ്ങുവാനായിട്ട് എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു. കൂടത്തോടെ നിന്ന് ശരണമൊക്കെ വിളിക്കുകയാണ്. ശരണം വിളിച്ചാണ് കെട്ട് എടുത്ത് തലയിൽ വച്ച് പോകുന്നതാ. നമ്മുടെ മാമനും മാമിയും ഒരുങ്ങി കഴിഞ്ഞു. അവരെ കെട്ടൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അവരും പമ്പാ സ്നാനമൊക്കെ കഴിഞ്ഞ് കയറി സന്നിധാനത്തോട്ട് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് ആദ്യം നമുക്ക് പോകേണ്ടത് ഗണപതി അമ്പലത്തിലേക്കാണ്. പമ്പാ ഗണപതി അമ്പലത്തിലേക്കാണ് പോകേണ്ടത്. അതിനു മുന്നേ നമുക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ ചെയ്യാനുണ്ട്. അത് പോകുന്ന വഴി പറഞ്ഞു തരാം. നമുക്കിപ്പോൾ മിക്കവാറുമൊക്കെ ഓൺലൈൻ ബുക്കിങ്ങാണ്. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് കിട്ടാത്തവർക്ക് നമുക്ക് പമ്പയിൽ വന്ന് ഗണപതി അമ്പലത്തിന് തൊട്ട് താഴെയായിട്ട് അവർ കൗണ്ടറൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആദ്യം ബുക്ക് ചെയ്യണം, സ്പോട്ട് ബുക്ക് ചെയ്യണം. അതിന് ആധാറാണ് ആവശ്യം. അത് അവർ നടന്ന് വരുന്നുണ്ട്. നമുക്ക് ഇതിന് അടുത്തായിട്ടാണ് കൗണ്ടർ വരുന്നത്. അപ്പോൾ കൗണ്ടർ മുന്നിലോട്ട് പോവുകയാണ്. ഇതാ വലതുവശത്ത് കാണുന്നത് കണ്ടല്ലോ, ഒരുപാട് കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് കളിപ്പാട്ടങ്ങളും മറ്റുമൊക്കെയാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് ആര്യസിൻ്റെ ഹോട്ടലുണ്ട്. നമുക്ക് അത്യാവശ്യം ആഹാരം കഴിക്കാനൊക്കെ ഉള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പമ്പയിലുണ്ട്. ഇതാ മുന്നോട്ട് മാമനും മാമിയും ഭക്തന്മാരും എല്ലാവരും നടക്കുകയാണ്. അപ്പം നമുക്ക് സ്പോട്ട് ബുക്ക്, നമുക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്യാത്തവർക്ക് ഇവിടെ വന്ന് സ്പോട്ട് ബുക്ക് ചെയ്യാം. അത് 60 വയസ്സിന് മുകളിലുള്ള ഉള്ള ആൾക്കാരാണെങ്കിൽ, അയ്യപ്പ ഭക്തന്മാരാണെങ്കിൽ അവർക്ക് വേറെ ക്യൂ ആണ്. അപ്പോൾ മാമൻ നേരെ ആ ക്യൂവിൽ ചെന്ന് സ്പോട്ട് ബുക്ക് ചെയ്തിട്ട് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. മാമിക്കും ആ വരിയിൽ പോകാമായിരുന്നു. മാമി പോയിട്ടില്ല, ഇതിനകത്ത് കയറി നിൽപ്പായി. അപ്പോൾ ഞാൻ മാമിയായിട്ട് സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് സ്പോട്ട് ബുക്കിങ്ങിന്. നേരത്തെ നമ്മൾ സീസൺ തുടങ്ങിയ സമയത്ത് വന്നപ്പോൾ അവരവരുടെ ആധാറുമായിട്ട് അവർ തന്നെ നിൽക്കണം. കാരണം അവരെ ഫോട്ടോ ആഡ് ചെയ്താണ് ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ എന്നാൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ആരെങ്കിലും ഒരാൾ നിന്ന് 10 പേർക്കുള്ളത് വേണമെങ്കിലും എടുക്കാം. അവരുടെ ആധാർ കാണിക്കണം എന്ന് മാത്രമാണ്. പമ്പാ ഗണപതിയെ കാണുവാനായിട്ട് ഈ സ്പോട്ട് ബുക്കിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചിട്ടുണ്ട്, യാത്ര തിരിച്ചു. പമ്പാ ഗണപതിയുടെ തൊട്ട് താഴെയായിട്ട് ആ പടിക്കെട്ട് കയറി അതാ വരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് പ്രധാനമായിട്ടും ഇതാ കാണുന്നത് കണ്ടോ, പന്തളൻ രാജാവിന് കുഞ്ഞായിരിക്കുന്ന മണികണ്ഠനെ ലഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. അതിന് സൂചകമായിട്ട് അവിടെ ബിംബങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് കണ്ടു വേണം നമുക്ക് കയറി പോകാനായിട്ട്. നമ്മളിതാ പമ്പാ ഗണപതി നടയിലോട്ട് കയറുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ക്യാമറ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു മൊബൈൽ എടുത്താൽ പോലും ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പരിമിതി ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെയൊക്കെ ഈ പറയുന്നത് പോലെ 18-ാം പടിയും സന്നിധാനത്തിൻ്റെ ഉൾപ്രദേശങ്ങളൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് എടുത്ത് നമ്മൾ ആ ടിക്കറ്റ് കാണിക്കാൻ വേണ്ടി കൗണ്ടറിനകത്തൂടെ പോവുകയാണ്. അപ്പം ഈ കൗണ്ടറിനകത്ത് നമ്മൾ ആ പോലീസ് ഇരിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. നേരെ നമ്മൾ പുറത്തെത്തി കഴിഞ്ഞു. അപ്പോൾ ഇതാ ആ കാണുന്നത് കണ്ടല്ലോ, കരിക്ക് ക്ഷീണം മാറ്റാനായിട്ട് ഇളനീര് കൊടുക്കുകയാണ്. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല, പൈസ കൊടുക്കണം. 45 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കുടിച്ച് നമ്മൾ ക്ഷീണമൊന്നും ഇല്ലാത്ത രീതിയിൽ ശബരിമല ശാസ്താവിനെ വണങ്ങി നമ്മൾ ശരണം വിളിച്ചുകൊണ്ട് കയറുകയാണ്. ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. പമ്പയിൽ നമ്മൾ കണ്ടതുപോലെയല്ല, മിക്കവാറും നല്ല തിരക്കുണ്ട്. അതെല്ലാവരും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരണം വിളിച്ച് കുറച്ച് അയ്യപ്പ ഭക്തന്മാർ തിരിച്ചു ഇറങ്ങുന്നുണ്ട്. മാമനും മാമിയും ഏതായാലും കുളിച്ച് അവർ ഉത്സാഹത്തോടെ നടക്കുകയാണ്. അവരെ തൊട്ട് മുന്നാലെ തന്നെ ഞാനും ഉണ്ട്. ഇതാ ഡോളിയും ചുമന്നുകൊണ്ട് വരുന്ന ആളിനെ കണ്ടു. എത്ര വയസ്സ് പ്രായം വരും? വയസ്സായ മാമന്മാർ പോലുമാണ് ഈ ഡോളിയൊക്കെ ചുമക്കുന്നത്. നമുക്കിവിടെ നിന്ന് ഇരുമുടി സഞ്ചിയും കൊണ്ട് ഇരുമുടി കെട്ടും ഏന്തി അയ്യൻ്റെ അടുത്തെത്താൻ തന്നെ നമുക്ക് ഒരുപാട് പ്രയാസമാണ്. നല്ല ക്ഷീണിച്ചൊക്കെ നമ്മൾ എത്തത്തുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ സമ്മതിക്കുന്ന ഇവരെയാണ്, ഈ ഡോളിക്കാർ. ഒരാളിനെ എടുത്തുകൊണ്ട് സന്നിധാനം വരെ പമ്പയിൽ നിന്നും എത്തുക എന്നുള്ളത് ഒരു വലിയ കടുപ്പമേറിയ ഒരു ജോലി തന്നെയാണ്. അത് അവിടെ വന്നിട്ടുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും അതറിയാം. ഭക്തജനങ്ങളെല്ലാവരും നല്ല റെഡിയാക്കി. കുഞ്ഞു മാളികപ്പുറങ്ങൾ അറിയാമല്ലോ, കുഞ്ഞ് അയ്യപ്പന്മാരൊക്കെ പോകുന്നത് കണ്ടോ, അവരൊക്കെ നടന്നാണ് പോകുന്നത്.
ചില ആൾക്കാർ പിണങ്ങി ഇതാ മാളികപ്പുറം ഇരിക്കുന്നുണ്ടോ, ക്ഷീണിച്ചിരിക്കുകയാണ്. അവർ കുറേ ഇനി കയറി കഴിയും. ക്ഷീണിതനായ നമ്മൾ വിശ്രമിക്കണം കേട്ടോ, വിശ്രമിച്ചേ പോകാവൂ. അത് കൂടെയുള്ള ആൾക്കാരും കൂടെ മാളികപ്പുറങ്ങളെയൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളെപ്പോലെ ആയിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുടിവെള്ളമൊക്കെ കൊടുത്ത് വിശ്രമിച്ചതിന് ശേഷം മാത്രമേ കയറി പോകാവൂ. അല്ലാതെ അവരെ നമ്മൾ വേഗത അവരുടെ വേഗത കുറച്ച് വേണം വരാൻ, അല്ലാതെ അവരെ വെപ്രാളപ്പെടുത്തരുത്. ഇതാക്കണ്ടോ, കറക്റ്റ് 18 മല തുടർച്ചയായിട്ട് 18 മല മുടക്കാതെ കയറുന്നവരാണ് ഈ തെങ്ങിൻ തെയ്യുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ തെങ്ങിൻ തെയ്യം നമ്മൾ സന്നിധാനത്തൊക്കെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അടുത്ത 19ാമത്തെ മല വരുമ്പോൾ ബാക്കിയുള്ള അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം കെട്ട് നിറയ്ക്കാനുള്ള പ്രാപ്തി ഗുരുസ്വാമിയായി എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ കെട്ട് നിറയ്ക്കുന്നത്. അതിനൊരു മാറ്റവുമില്ല. ആ കെട്ടിൻ്റെ നിറവ് നമുക്ക് കെട്ട് നിറച്ച് മലയ്ക്ക് വരുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ അയ്യപ്പനെ തൊഴുത് മടങ്ങിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ വ്രതം പിടിക്കുന്ന അന്ന് മുതൽ കെട്ട് നിറയ്ക്കുന്ന ആ സാഹചര്യം വരെയും ഉള്ള ഒരു പവിത്രതയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണും, പോയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നെതാ എല്ലാവരും തളർന്ന് കയറി വരികയാണ്. നല്ല രീതിയിലുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ട്. പലരും പല രീതിയിലാണ് പറയുന്നത്. കിലോമീറ്റർ പമ്പയിൽ നിന്നും ശബരിമലയ്ക്ക് 20 കിലോമീറ്റർ, 7 കിലോമീറ്റർ, 10 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ആ കിലോമീറ്റർ നിശ്ചയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ദൂരം ഉണ്ടെന്നല്ല, ആ കയറ്റവും ഇറക്കമൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് തന്നെ അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതാണ് സത്യം. ഇതൊരു മാളികപ്പുറത്തമ്മ കണ്ടോ നടന്നു. മിക്കവാറും ഉള്ളവരൊക്കെ വടിയൊക്കെ ഊന്നിയ കയറി വരുന്നത് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ വരുമ്പോൾ ഇവിടെ ഊന്നാനുള്ള വടികളൊക്കെ പമ്പയിൽ നിന്ന് കിട്ടും. ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. തണ്ണിമത്തനും വെള്ളരിക്കയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് ഭക്ഷിച്ചാണ് നമ്മൾ കയറി പോകുന്നത്. അല്ലാതെ തന്നെ ഗ്ലൂക്കോസ് പൊടിയൊക്കെ കിട്ടുന്നുണ്ട്. ഈ കയറി വരുന്നതാണ് ഓരോരുത്തരുടെ നേർച്ചയാണ് കേട്ടോ. ഇവർ സന്നിധാനം വരെ ഇവിടെ മേളം നടത്തിയാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ നമ്മുടെ സന്നിധാനത്തൊരു സ്റ്റേജുണ്ട്, അവിടെ ചെന്ന് അവതരിപ്പിച്ചിട്ടാണ് തിരികെ വരുന്നത്. അയ്യനെ കണ്ട് തൊഴുത് ഈ മേളമൊക്കെ അവിടെ അവതരിപ്പിച്ചാണ് ഇവരെല്ലാവരും തിരികെ വരുന്നത്. അതുപോലെ തന്നെ ഗാനമേളക്കാർ, ഭക്തിഗാനമേളയാണ്, എല്ലാം അവിടെ വന്ന് ചെയ്യുന്നുണ്ട്. പല ഭാഷയിലുള്ള ആൾക്കാരും അവിടെ സ്റ്റേജിലൊക്കെ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതാ മാളികപ്പുറമൊക്കെ വരുന്നുണ്ടോ, ഇവരൊക്കെ നടന്ന് ക്ഷീണിച്ചാണ് വരുന്നത്. ഏതായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാമനും മാമിയും ഏകദേശം എത്തിക്കഴിഞ്ഞു. വിശ്രമിക്കേണ്ട സമയത്ത് നമ്മൾ വിശ്രമിക്കുക തന്നെ വേണം കേട്ടോ. അത് ഒരുപാട് കിതപ്പിന് നമ്മൾ സമയം കൊടുക്കരുത്. ഇതാ കണ്ടോ, ഒരു കുഞ്ഞ് മണികണ്ഠൻ വരുന്നത് കണ്ടോ. ഇത്രയും നേരം പുള്ളി നടന്നതാണ്. അദ്ദേഹത്തിന് തണ്ണിമത്തനൊക്കെ മേടിച്ചു കൊടുത്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ അപ്പാച്ചിമേട് എത്തിക്കഴിഞ്ഞു. ഉണ്ട വഴിപാടാണ് ഇവിടെ പ്രധാനമായും നടത്തുന്നത്. അപ്പോൾ ഈ ഉണ്ട വഴിപാട് മാമനും മാമിയും അവിടെ നിന്ന് വാങ്ങി അവരും ഈ വഴിപാടൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. എല്ലാ വരുന്ന അയ്യപ്പ ഭക്തന്മാരെല്ലാം ഏകദേശമുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ ഉണ്ട വഴിപാടാണ്. നമ്മൾ ആ കാണുന്ന പ്രദേശത്തോട്ടാണ് എറിയുന്നത്. ഈ ഇരിക്കുന്ന ചെറുതായിട്ടുള്ള ഈ ഉണ്ടകളാണ് നമ്മളവിടെ സമർപ്പിക്കുന്നത്. ഇതാ മാമനും മാമിയും കൂടെ അവിടെ സമർപ്പിച്ച് അപ്പാച്ചിമേട് നിന്ന് അടുത്ത് നമ്മൾ കയറ്റം കയറുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ കൂടുന്നുണ്ട് കേട്ടോ. ട്രായിൽ വെച്ചിരിക്കുന്ന ഓറഞ്ചൊക്കെ കണ്ടല്ലോ, അത് വരുന്ന വഴിക്ക് അയ്യപ്പ ഭക്തന്മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പൈസ മേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഓറഞ്ച് നീരൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അതാ കിടക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഔഷധ കുടിവെള്ളം. ഈ കുടിവെള്ളം നമ്മൾ കുടിക്കണം കേട്ടോ. തീർച്ചയായിട്ടും അത്രയ്ക്കും നല്ല ഔഷധ ഗുണമുള്ള കുടിവെള്ളമാണ്. ഇതിൻ്റെ കൂട്ടത്ത് ബിസ്ക്കറ്റ്, റസ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറയാം, ബിസ്ക്കറ്റൊക്കെ പലയിടത്തും ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാത്രം വാങ്ങുക കേട്ടോ, അതാണ് നല്ലത്.
ഇതാ നമ്മൾ അടുത്ത് ശരംകുത്തിയിലെത്തിക്കഴിഞ്ഞു. ശരംകുത്തിയിൽ അവിടുത്തെ ശരമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണ്. അവിടെ നിന്ന് നമ്മൾ ശരം ഒക്കെ മേടിച്ച് തൊട്ട് താഴെയാണ് ശരംകുത്തി. ശരംകുത്തിയിലാണ് നമ്മൾ ഈ ശരം കുത്തുന്നത്. ഈ ശബരിപീഠത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെയാണ് നമ്മൾ കൊണ്ടുവന്ന് ശരമൊക്കെ കുത്തി അമ്പ്, വില്ല്, വാള് ഇങ്ങനെയുള്ള എല്ലാം നേർച്ചയായിട്ടാണ് അവിടെ നമ്മൾ സമർപ്പിക്കുന്നത്. ഇതാണ് അയ്യപ്പഭക്തന്മാർ നാളികേരം ഉടയ്ക്കുന്നുണ്ട്. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാ നോക്കിയേ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ട വാള്, അമ്പ് ഇതെല്ലാം സമർപ്പിച്ചിരിക്കുന്നത് ശരംകുത്തിയിലാണ്. അതൊക്കെ നേർച്ചയാണ് കേട്ടോ. അതങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്തോറും നമുക്ക് അടുത്തടുത്ത് സ്റ്റാളുകളുണ്ട്. കുടിവെള്ളം സൗജന്യമായിട്ട് കിട്ടുന്ന കുടിവെള്ളം. ഞാൻ എപ്പോഴും പറയുകയാണ്, നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യമുള്ള ബിസ്ക്കറ്റ് മേടിക്കുക, ബാക്കിയൊന്നും വഴിയിൽ ഉപേക്ഷിക്കരുത്. മറ്റൊരാളുടെ വിശപ്പ് തീർക്കാൻ കഴിയും നിങ്ങൾ കളയുന്ന ബിസ്ക്കറ്റും. ഇവിടെ നമ്മൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. വെടിവഴിപാടാണ് കാണുന്നത്. സന്നിധാനത്ത് കുറച്ച് ആൾക്കാരൊക്കെ വിരിയൊക്കെ വെച്ച് അവിടെ ഇരിപ്പുണ്ട്. മേൽപ്പാലത്തിലൂടെയൊക്കെ കുറേ ആൾക്കാർ, കുറച്ചധികം ആൾക്കാർ, ഭക്തജനങ്ങൾ കയറി വരികയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നല്ലൊരു ക്യൂ. നമ്മൾ ഈ നടപ്പന്തലിലാണ് മിക്കവാറും ഉള്ള അയ്യപ്പ ഭക്തന്മാരെല്ലാവരും വന്ന് പെടുന്നത്. അവിടെയാണ് തിരക്ക്. കാരണം ക്ലോസ് ആയിട്ട് കെട്ടിയാണ് വിടുന്നത്. അതുകൊണ്ടാണ് ഈ വിശ്രമ സ്ഥലത്തേക്ക് വിശ്രമിക്കാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ തിരക്ക് കൂടുന്ന സമയത്താണ് പോലീസുകാർ, ദേവസ്വം ബോർഡുകാരൊന്നും ഇവിടെ ഭക്തജനങ്ങളെ ഇരിക്കാൻ സമ്മതിക്കാത്തത്. ഇപ്പോൾ നടപ്പന്തലിൽ തിരക്കായിട്ടുണ്ട്. ഒരു 3-4 വടം കെട്ടി തിരിച്ചാണ് വിടുന്നത്. അവിടെ അതിൻ്റേതായ സമയമെടുക്കും. 18 പടി കയറുന്നതിനനുസരിച്ചാണ് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് വടങ്ങൾ അഴിച്ച് അയ്യപ്പ ഭക്തന്മാരെ മുന്നോട്ട് വിടുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരുമിച്ച് അവരെ കയറ്റി വിടാൻ പറ്റത്തില്ല. അതായത് അനൗൺസ്മെൻറ്റ് കൗണ്ടറാണ്. ഇവിടെ നമ്മളിപ്പോൾ ആരെങ്കിലും കാണാതെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് മൈക്ക് വെച്ചിട്ടുണ്ട്, എടുത്ത് അനൗൺസ്മെൻറ്റ് ചെയ്യും. സന്നിധാനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് സെൻറ്ററാണ്. ഭക്തജനങ്ങളൊക്കെ നടന്ന് ക്ഷീണിച്ച് വന്ന് കിടപ്പുണ്ട്. അവരൊക്കെ വിശ്രമിക്കുന്നുണ്ട്. ദർശനം കഴിഞ്ഞിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരാണ്. എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ കെയർ സർവീസൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം SBIയുടെയും ധനലക്ഷ്മിയുടെയും ATM ഒക്കെ ഉണ്ട്. നമുക്ക് ഈ സീസണ് മാത്രമാണ് ഉപയോഗം കേട്ടോ. മാസപൂജയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ATMുമായിട്ട് വരാമെന്ന് വിചാരിക്കരുത്. ഒരു പ്രാവശ്യം ഞാനും ഇവിടെ പെട്ടതാണ്. പൈസ കയ്യിൽ കൊണ്ടുവന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ATM ഒന്നും അപ്പോൾ പ്രവർത്തനമല്ല. ഇത് നമ്മൾ നേരെ 18ാം പടിയുടെ അങ്ങോട്ട് കയറുന്ന ആ ഒരു ക്യൂ ആണ്. ആ മുന്നിലത്തെ ക്യൂ ആണ്. അത് കുറേശ്ശെ മാത്രമേ മുന്നോട്ട് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ വ്രതം പിടിച്ച് അവരെ കൂട്ടത്ത് കയറാത്തത് കൊണ്ടാണ് എനിക്ക് അവിടുത്തെ ആ ഭാഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ പറ്റാത്തത്. ഇതാണ് നടപ്പന്തലിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും വന്ന് പ്രോഗ്രാമൊക്കെ സമർപ്പിക്കുന്നത്. ഇവിടെ ഞാൻ എത്തിയപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഒരു തെലുങ്ക് ഭക്തിഗാന ഭജന എന്ന് പറയും, നല്ല രീതിയിലുള്ള ഭജന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് അകത്തുനിന്നുള്ള പാട്ടാണ്. ഒരുപാട് സമയം ഞാൻ അവിടെ പാട്ടൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാനിവിടെ അടുത്ത സ്ഥലത്തോട്ട് മാറിയത്. നല്ല വരുന്ന ഭക്തജനങ്ങളെല്ലാം അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഭജന. പുറത്തുനിന്നുള്ളതില്ല, കൃത്യമായിട്ടും നടപ്പന്തലിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് സ്റ്റേജിലാണ്. എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ശബരിമലയിൽ തന്നെ
ഒരു 10 വർഷം വരെ വന്നിട്ട് ശബരിമലയിൽ കാണാത്ത പ്രദേശങ്ങൾ ഇന്നുമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഞാൻ ഓരോ സുഹൃത്തുക്കളൊക്കെ പോയിട്ട് വരുമ്പോൾ ഭസ്മക്കുളം കണ്ടിട്ടുണ്ടോ, ഭസ്മക്കുളം എന്തായാലും അറിയാമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവർക്കറിയില്ല. ഇവർ അവിടെ വന്ന് അയ്യപ്പനെ കാണുന്നു അങ്ങനെ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ വാവരി സ്വാമിയുടെ നടയിൽ, ആലിൻ്റെ നടയിൽ ഭക്തജനങ്ങൾ വിശ്രമിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് വാവരി സ്വാമിയുടെ നട. അവിടെ ഞാനിപ്പോൾ ഏത് വർഷം ഇവിടെ ശബരിമലയ്ക്ക് വന്നാലും ഈ വാവരി സ്വാമിയുടെ അടുത്ത് വന്ന് ഇവിടെ നിന്ന് കൽക്കണ്ടും കുരുമുളകുമായിട്ടൊക്കെ ഉള്ള പ്രസാദവും മേടിച്ച് നമുക്കിവിടെ ഏലസൊക്കെ ജപിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏലസിനൊക്കെ 100 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് തുടങ്ങാറുള്ളത്. ഞാനിവിടെ വന്ന് തൊഴുത് അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ച് ഏലസൊക്കെ മേടിച്ചുകൊണ്ടാണ് ഇന്നും മടങ്ങുന്നത്. ആലിൻ്റെ മൂട്ടിൽ ഒരുപാട് ഭക്തജനങ്ങൾ വിശ്രമിക്കുന്നുണ്ട്. ക്ഷീണിതനായിട്ട് വന്ന് അയ്യപ്പ ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് വിശ്രമിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ 18 പടിക്ക് മുന്നിൽ തേങ്ങ ഉടച്ചിട്ട് 18ാം പടി കയറുന്നത്. അപ്പോൾ ഞാൻ ഇരുമുടി കെട്ടുമായിട്ടല്ല വന്നത്, അതുകൊണ്ട് എനിക്ക് അതിന് മുകളിലോട്ട് കയറി ചിത്രീകരിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ അടിപ്പാതയാണ്. നമുക്ക് കാണുന്ന ശബരിമല 18ാം പടിയുടെ അടിയിലൂടെ ഒരു ചെറിയ വീതിയുണ്ട്. ആ വീതിയിലൂടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് നമുക്കറിയാമല്ലോ ആഴി നമ്മളിവിടെ സീസൺ തുടങ്ങുമ്പോൾ, ക്ഷേത്ര നട തുറക്കുമ്പോൾ അന്ന് മുതൽ കത്തിക്കുന്ന ഒരു ആഴിയാണ് അത്. ഈ തേങ്ങ നമ്മൾ നെയ്യെടുക്കുന്നതിൻ്റെ ബാക്കി തേങ്ങ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ആഴി അത്രയും ആളിക്കത്തുന്നത്. ആ ആഴിയുടെ ചുവട്ടിൽ നിൽക്കുന്ന ആൽമരത്തിനൊന്നും ഒരു കേടുപാടും സംഭവിക്കുന്നില്ല. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഒരു ഇല പോലും വാടിക്കുഴയുകയോ കരിഞ്ഞു വീഴുകയോ ചെയ്തിട്ടില്ല. ഇതൊക്കെ സത്യം തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ അപ്പം അരവണ കൗണ്ടർ. അപ്പത്തിന് 45 രൂപയും അരവണയ്ക്ക് 100 രൂപയാണ്. എല്ലായിടത്തും നമ്മൾ ഒരു 10 എണ്ണം മേടിക്കുമ്പം വില കുറയാറാണ് പതിവ്. ഇവിടെ അങ്ങനെയല്ല. 10 അരവണ ഒരുമിച്ച് മേടിക്കുമ്പോൾ 10 രൂപ കൂടുതൽ കൊടുക്കണം. കാരണം പാക്കിങ്ങിൻ്റെ ചാർജും കൂടെ വരുന്നുണ്ട്. അതായത് നമുക്ക് ശർക്കര പായസം കിട്ടും. 25 രൂപയാണ്. നല്ല രീതിയിൽ ഒരു പ്ലേറ്റിൽ നിറച്ചുമാണ് തരുന്നത് ശർക്കര പായസം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രസാദമൊക്കെ മേടിച്ച് തീർച്ചയായിട്ടും കഴിച്ചിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ഭസ്മക്കുളം. ഒരുപാട് ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തന്മാരെല്ലാം വന്നിട്ട് ഈ ഭസ്മക്കുളം കാണാതെ പോകുന്ന നിലയിലാണ്. ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു ഈ ഭസ്മക്കുളം എവിടെയാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരു ഭസ്മക്കുളത്തിനെ കുറിച്ച് കേട്ടിട്ട് കൂടിയില്ല. ഇന്നത്തെ തലമുറയാണെങ്കിൽ പോട്ടെ, ഈ വയസ്സായ ആൾക്കാർക്ക് പോലും അവിടെ വന്ന് കാണാനോ കൂടെ വരുന്നവർ കാണിച്ചു കൊടുക്കുന്നതോ ഇല്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ശബരിമല ദർശനത്തിനായിട്ട് ആദ്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭസ്മക്കുളത്തിലൊക്കെ കൊണ്ടുപോയി ഭസ്മക്കുളത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് ശബരിമലയിൽ വന്ന് ശാസ്താവിനെ വണങ്ങി മാളികപ്പുറത്തും കയറിയിട്ട് അതുവഴി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 5 വർഷം ഉണ്ണിയപ്പം കൗണ്ടറിൽ ജോലിക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ശബരിമലയുടെ മുക്കും മൂലയും എല്ലാം അറിയാം, എല്ലാ ഭാഗങ്ങളും അറിയാം. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരുന്ന എല്ലാവർക്കും ഞാൻ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇത് നമുക്ക് അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിലയാണ്. രാത്രി 9 മണിക്ക് ഇവർ ക്യൂവിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കാരണം വെളുപ്പാരാവിലത്തെ അഭിഷേകം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണ്. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോഴേ ക്യൂവിൽ നിൽക്കുന്നത്. ഇതാണ് അഭിഷേകത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് വേറൊരു ഉപായം കൂടിയുണ്ട്. നമ്മൾ കൊടുക്കുന്ന അഭിഷേക നെയ്യ് നമുക്ക് തിരിച്ച് കിട്ടണമെന്നില്ല, നമുക്ക് കിട്ടുകയുമില്ല. അപ്പോൾ അഭിഷേകം കഴിഞ്ഞ നെയ്യ് നമുക്ക് മറ്റൊരിടത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കൗണ്ടറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കൗണ്ടറിൽ നിന്ന് എത്ര തേങ്ങയാണോ ഉടച്ച് നെയ്യ് നമ്മൾ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചുള്ള നെയ്യ്, അഭിഷേകം കഴിഞ്ഞ നെയ്യ് നമ്മൾ ആ കൗണ്ടറിൽ കൊടുക്കുന്ന നെയ്യ് അവർ വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അഭിഷേകം കഴിഞ്ഞ ഒരു നെയ്യാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ അത് ഒരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും സന്നിധാനത്ത് തിരക്ക് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സമ്പ്രദായം ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ആ വഴിപാട് കൗണ്ടർ. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ വാവരി സ്വാമിയുടെ നടയിൽ പോകുന്നതിന് എതിർവശത്തായിട്ടാണ് ഈ കൗണ്ടർ. ഇവിടെ നമുക്ക് പഞ്ചാമൃതവും അയ്യപ്പ ചക്രവും എല്ലാം ഈ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. പണം അണച്ച
പണമടച്ച് ആ രസീത് മേടിച്ച് അവിടെ നിന്ന് തന്നെയാണ് സാധനം കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് തന്നെ നമുക്ക് അഭിഷേകത്തിന് ഉള്ള നെയ്യ് അവിടെ ഏൽപ്പിച്ച് അവിടെ നിന്ന് തന്നെ അഭിഷേക പ്രസാദം മേടിക്കാൻ കഴിയുന്നതാണ്. അയ്യപ്പ ഭക്തന്മാരെല്ലാവരും വിശ്രമിച്ച് എല്ലാവരും മാളികപ്പുറത്ത് അയ്യനെ തൊഴുതിട്ട് മാളികപ്പുറത്ത് എത്തിച്ചേരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ പന്തളം രാജകൊട്ടാരത്തിലെ രാജാവ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്ന് മണിമണ്ഡപത്തിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, പൂജകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാവരും ഒത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കർശന സുരക്ഷിതത്വവും കർശനമായ പരിശോധനയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിത് ഒരു കാരണവശാലും നമുക്കിവിടെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അതിനിടയിൽ കൂടി എങ്ങനെയൊക്കെയോ എടുത്തതാണ്. അതുകൊണ്ട് ശബരിമലയിൽ നിന്നുകൊണ്ട് അയ്യോ വേറൊരാളൊക്കെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നുള്ള കമൻ്റൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. അതൊക്കെ നേരത്തെ ആയിരുന്നു. നമുക്ക് ഇപ്പോൾ കർശനമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും വീഡിയോസ് എടുക്കാൻ സമ്മതിക്കുന്നതല്ല. ഇതാ നമ്മൾ നേരം വെളുത്ത് തിരിച്ച് പമ്പയിലോട്ട് ഇറങ്ങുന്ന ഒരു വീഡിയോസാണ് ഈ കാണുന്നത്. പമ്പയിലോട്ട് ഇറങ്ങി തിരികെ എത്തിയിട്ട് നമ്മൾ ളാഗയിലാണ് എത്തി നമ്മൾ കാപ്പി കുടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കാപ്പി കുടിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഒരുമിച്ച് എടുത്തിരുന്നതായിരിക്കും. കണ്ടോ, രാവിലെ കാപ്പി കുടിക്കുന്നത് കഞ്ഞിയാണ്. കഞ്ഞി, പയർ, കപ്പ, പപ്പടം, അച്ചാറ് എന്നിവയെല്ലാം കൂടെ ചേർത്തൊരു കാപ്പി കുടിയാണ്. എങ്ങനെ, ഉഷാറല്ലേ? സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണമയ്യപ്പ.